തിരഞ്ഞെടുപ്പ് ചൂടിൽ തൃശൂർ കോർപ്പറേഷനിലെ 15ാം ഡിവിഷൻ ഒല്ലൂക്കരയും 3 മുന്നണി സ്ഥാനാർത്ഥികളും വോട്ടർമാരുടെ മനസ്സിൽ ഇടം നേടാനുള്ള ഓട്ടത്തിലാണ്. തൃശൂർ കോർപ്പറേഷൻ 15ാം ഡിവിഷൻ ഒല്ലൂക്കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒല്ലൂക്കര പിടിക്കാനായി ഒരു യുവ നേതാവാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. LDF സ്ഥാനാർത്ഥി TR പ്രദീപ് കുമാർ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം 1ാം റൗണ്ട് പൂർത്തീകരിച്ചു. ഇപ്പോൾ ഏകദേശം ഇവിടെ 1300-നടുത്ത് വീടുകളാണുള്ളത്. 5600-നടുത്തോളം വോട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 1ാം റൗണ്ട് ഞങ്ങളൊരു ഇന്നലത്തോടു കൂടി പൂർത്തീകരിക്കുകയും അതിനിടയിൽ തന്നെ പ്രധാനപ്പെട്ട ചില ആളുകളെ കാണുന്ന ഉൾപ്പെടെയുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഏകദേശം ഒരു വിധം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്ര നാളായി ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് പ്രവേശിച്ചിട്ട്? എന്നെ അറിയണവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഞാൻ AISFൻ്റെ ഗവൺമെൻറ് കോളേജ് കുട്ടനല്ലൂരിലെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് ആരംഭിക്കുകയാണ് എൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. ഇപ്പോൾ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ യുവജന രംഗത്ത് ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ യുവജന രംഗത്തേക്ക് എന്താണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ? തീർച്ചയായും ഇപ്പം ഞാൻ മത്സരിക്കുന്ന നമ്മുടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒല്ലൂക്കര ഡിവിഷനാണ്, 15ാം നമ്പർ. ഈ ഡിവിഷനകത്ത് വിവിധങ്ങളായ ഒട്ടനവധിയായ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായ മുദ്രാവാക്യം വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കരുതലിൻ്റെയും രാഷ്ട്രീയമാണ്. ആ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കരുതലിൻ്റെയും രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ വിദ്യാർത്ഥി യുവജനങ്ങൾ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാളെന്നുള്ള രീതിയിൽ തീർച്ചയായും യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഗുണകരമാകുന്ന ഒട്ടനവധിയായ പദ്ധതികൾ കൊണ്ടുവരണമെന്ന ആഗ്രഹമാണ് എനിക്കുള്ളത്. 15ാം ഡിവിഷൻ ഒല്ലൂക്കര NDA സ്ഥാനാർത്ഥിയായ ഗിരീഷ് കുമാർ ചെറുവാറയുടെ കൂടെയാണ്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. എവിടം വരെയായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ? 1ാം റൗണ്ട് എല്ലാ ഭാഗത്തും ഞങ്ങളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് തിരുവാണിക്കാവ് പുതിയതായിട്ട് കയറി വന്നിട്ടുള്ളതാണ്. നമ്മുടെ തിരുവാണിക്കാവ് 19ാം ഡിവിഷനിൽ കയറി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ മുഴുവനായിട്ടുള്ളതും 1ാം റൗണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 2ാം റൗണ്ട് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30-40% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാടിന് വേണ്ടി എന്തൊക്കെ വികസനങ്ങളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തെല്ലാം തരത്തിലുള്ള വികസനം ഉണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ ഒപ്പം തന്നെ ജനങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവുമെന്നുള്ളത് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാർ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ നടപ്പിലാക്കണം എന്നുള്ളത്? അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ വരെ മറക്കാൻ പാടില്ല ഒരിക്കലും. അത് കാരണം ഞങ്ങൾ നോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിന് ശേഷം നമ്മൾ നടപ്പാക്കാം. വീട്ടിലായാലും നാട്ടിലായാലും എങ്ങനെയുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട്? നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് എല്ലാ വീടുകളിലും പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട്. ഒല്ലൂക്കര ഡിവിഷനിലെ UDF വേണ്ടി മത്സരിക്കുന്നത് K ഗോപാലകൃഷ്ണനാണ്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. പ്രചരണമൊക്കെ എവിടം വരെയായി? പ്രചരണം ഒരു റൗണ്ട് കഴിഞ്ഞു. 2ാമത്തെ റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ചേട്ടൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന വികസനം എന്തായിരിക്കും? ഇവിടെ ശ്യാമള മുരളീധരൻ തുടങ്ങി വെച്ച വികസനത്തിൻ്റെ തുടർച്ചയായിരിക്കും നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വിജയപ്രതീക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ മത്സരിക്കാൻ പോകുന്നത്. 100% ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ നാട്ടുകാരനാണ്. അതേപോലെ തന്നെ ഉപരി കേബിൾ TV ഓപ്പറേറ്ററാണ്. അപ്പോൾ ജനങ്ങളായിട്ട് ഈ ഡിവിഷൻ കിടക്കുന്ന എല്ലാ ഭാഗത്തും ജനങ്ങളൊക്കെ എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ 100% വിജയപ്രതീക്ഷയിലാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. എൻ്റെ എതിർ സ്ഥാനാർത്ഥികളാണെന്നുണ്ടെങ്കിൽ പുറമെയുള്ള ഡിവിഷനുകളിലും പിന്നെ ഒരാൾ കുട്ടല്ലൂരുള്ള ആളൊക്കെയാണ്. പ്രോപ്പർ അങ്ങോട്ട് ചാലക്കുടിയിലാണ് പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഇവിടെ ഉള്ളത്. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഗിരീഷ് കുമാറാണെങ്കിൽ ഈ ഡിവിഷനിലുള്ളതല്ല. എനിക്ക് ഈ നാട്ടുകാരായിട്ട് അടുത്ത ബന്ധങ്ങളുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ ജനങ്ങളെ സഹായിക്കാനും കഴിയും. എന്നെ വിജയിപ്പിക്കണമെന്നാണ് ഈ ഇവിടുത്തെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒല്ലൂക്കര ഡിവിഷനിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ ഷിബിക്കൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്.